കണ്ണീരുണങ്ങാതെ വയനാട്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും ഇന്നും തുടരും. നിലവിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 403 പ്രത്യേക മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ പരിശോധനകൾ തുടരാനാണ് തീരുമാനം. ദുരന്തത്തിൽ അതിജീവിച്ചവരെ പങ്കെടുപ്പിച്ചുള്ള ജനകീയ തെരച്ചിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് സുരക്ഷ വിലയിരുത്താൻ യോഗം ചേരും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ 24-നോട് പറഞ്ഞു. കേരളത്തിന് ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു ചെറിയ രേഖ പോലും മുമ്പിലില്ല. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഈ മണ്ണിൽ കാണുന്ന സാധാരണ മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അതിന് പ്രധാനമന്ത്രി അവിടെ ഇരുന്ന് കാണുന്നതിനേക്കാൾ നല്ലത് ഇവിടെ വന്ന് കാണുന്നതായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നം ദുരന്ത നിവാരണത്തിൻ്റെ ഒരു പൊതു മാർഗരേഖ അനുസരിച്ച് L3 പെടുത്തി കേരളത്തെ ഇക്കാര്യത്തിൽ പരിഗണിച്ചാൽ ഒരു വലിയ കാര്യമായി കിട്ടാവുന്ന മാക്സിമം സഹായങ്ങൾ സാധാരണ നിലയിൽ കിട്ടും. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വരവിനെ പോസിറ്റീവായി ഞങ്ങൾ കാണുന്നു. ഇതിലൊരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ തർക്കമോ വികാരമോ വിരോധമോ ഒന്നും കാണിക്കാതെ മലയാളം ഒരു മനസ്സായി 2 കൈ നീട്ടി സ്വീകരിക്കാൻ ഒരു ദുരന്ത മുഖത്തും കാണാത്തതുപോലെ നമ്മൾ ഈ നാളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ 8 മണി മുതൽ 1 മണി വരെയുള്ള തെരച്ചിൽ. അതിനകത്ത് ക്യാമ്പിൽ നിന്ന് ഞങ്ങൾക്കൊന്ന് പോയി സ്ഥലം കാണണം എന്ന് ചോദിക്കുന്ന ആളുകളെ അവർ വരണ്ട, അവരെ വാഹനങ്ങളിൽ നമ്മൾ അവിടെ കൊണ്ടുപോകും. കൗൺസിലർമാരുടെ സാന്നിധ്യം ഉണ്ടാവും. രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളും ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു ജനകീയ തിരക്കിൽ കേരളത്തിൻ്റെ മാത്രമല്ല നമ്മുടെ ഈ ദുരന്ത നിവാരണ ചരിത്രത്തിൽ ഇതുവരെ കാണാത്തതുപോലെ ഇന്ത്യയിൽ ആദ്യമായി അങ്ങനെ ഒരു പുതിയ സംവിധാനത്തിലേക്ക് കൂടി നമ്മൾ പോകുക. മുണ്ടക്കയിൽ നിന്ന് ശ്രീകുമാരൻ പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, ഇന്നിപ്പോൾ തിരച്ചിലിന്റെ സ്വഭാവം എന്താണ്? കൂടാതെ ഈ സൺറൈസ് വാലിയിലെ തിരച്ചിൽ തടസ്സപ്പെട്ടു എന്ന് കേൾക്കുന്നു. അത് ആരംഭിക്കുവാൻ കഴിഞ്ഞോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ഏതായാലും കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിൽ തന്നെ ഈ പ്രത്യേകം മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ പരിശോധനകൾ നടത്തുക എന്നാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ബുള്ളറ്റിനുകളിലൊക്കെ തന്നെ നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും സമാനമായ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. അവിടെ ഏതാണ്ട് ഒരു 95% ഞാൻ നിൽക്കുന്ന ഈ മുണ്ടക്കയിൽ പരിശോധനകൾ അവസാനിച്ചിട്ടുണ്ട്. അല്പസം നമ്മുടെ ദൃശ്യങ്ങൾ കൂടി പകർത്തി കഴിഞ്ഞാൽ തൊട്ടടുത്ത് പുറകിൽ കുറച്ച് രക്ഷാപ്രവർത്തകർ മാത്രമാണ് ഉള്ളത്. അല്ലാതെ ഈ സൈന്യമോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലുമോ ഒന്നും തന്നെ ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ കാണാനില്ല. സൈന്യത്തിൻ്റെ ഒരു പിക്കറ്റ് പോസ്റ്റ് അപ്പുറത്ത് ഉണ്ടായിരുന്നു, ആ മേഖലയിലുണ്ടായിരുന്നു അപ്പുറത്ത്. പക്ഷേ ഇപ്പോഴും ആ പ്രദേശത്ത് വളരെ കുറച്ച് സൈനികർ മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഇനി അവസാനവട്ട തെരച്ചിലാണ്. കൂടുതൽ പാറക്കഷ്ണങ്ങൾക്കടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മണ്ണിനടിയിലോ ആളുകളുണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി അതിനുശേഷം ഇനി മറ്റു നടപടിക്രമങ്ങളിലേക്ക് കൂടി കടക്കും. നാളെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നാളെ ഒരു ജനകീയ തെരച്ചിലാണ്. ഈ നാട്ടുകാരടക്കം മുണ്ടക്കൈ, ഇപ്പം ഞാൻ നിൽക്കുന്ന മുണ്ടക്കയിലെ പ്രദേശവാസികളടക്കം ഇവിടേക്ക് വരും. അതിനുശേഷം അവരോട് കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറച്ചുകൂടി വ്യക്തത ലഭിക്കും. ഇത് പക്ഷേ അതിനടിയിൽ ആളുണ്ടായിരുന്നു എന്നൊക്കെ പുറത്തു നിന്നുള്ള ആളുകൾ വന്ന് പറയുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള തെരച്ചിലായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, തങ്ങൾ ഓടി രക്ഷപ്പെടുമ്പോൾ ആരെങ്കിലും ആ പ്രദേശത്ത് കണ്ടിരുന്നോ, ആ മേഖലയിലെ ആളുകൾ നിന്നിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ആ മേഖലകളിൽ കൂടി ഒരു ജനകീയ തെരച്ചിൽ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് ഈ സർക്കാരിൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രി ഇവിടേക്ക് വരികയാണ്. അതിൻ്റെ ഭാഗമായി അല്പസമയം മുൻപ് ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലുമൊക്കെ ഈ SPGയുടെ ഒരു സംഘം എത്തി പരിശോധന നടത്തി. പുഞ്ചിരിമട്ടിലും അവർ കുറച്ചു നേരം നിന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. മാവോയിസ്റ്റ് ഭീഷണിയൊക്കെ നിലനിൽക്കുന്ന പ്രദേശമാണ് ഈ പുഞ്ചിരിമട്ടം എന്നൊക്കെ പറയുന്ന മേഖല. എന്തായാലും ഇവിടെ വന്നും സുരക്ഷാ കാര്യങ്ങളെല്ലാം വിലയിരുത്തി ചൂരൽമല ഭാഗത്തേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട് SPG സംഘം. ഈ അടുത്ത ദിവസം പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപ് നാളെ മുതൽ തന്നെ കൂടുതൽ സുരക്ഷ ഈ മേഖലയിൽ ഉറപ്പാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാലും നാളെ ഒരു ജനകീയ തെരച്ചിലാണ് നടക്കാൻ പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ സൺറൈസ് വാലിയുടെ ആ ഒരു തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതുവരെ വ്യക്തമല്ല. കൂടുതൽ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ ഒന്നും തന്നെ ലഭിക്കാത്തത് കൊണ്ടാണോ ഇത്തരത്തിൽ നിർത്തിവെച്ചതെന്ന ചോദ്യമൊക്കെ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അത് പുനരാരംഭിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നുവെന്നും നമുക്ക് അനൗദ്യോഗികമായ വിവരമുണ്ട്. അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാം. എന്തായാലും മുണ്ടക്കയിൽ കാര്യമായ രീതിയിലുള്ളൊരു തെരച്ചിലല്ല. സൈന്യം
മാർക്ക് ചെയ്ത പ്രദേശങ്ങളിൽ കൃത്യമായ രീതിയിൽ രക്ഷാപ്രവർത്തകരെത്തി ആ മേഖലയിൽ എന്തെങ്കിലും മനുഷ്യ സാന്നിധ്യമുണ്ടോ അല്ലെങ്കിൽ അവശിഷ്ട സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ശരീരഭാഗങ്ങൾ എന്തെങ്കിലും ലഭിക്കുമോ എന്ന് പരിശോധിക്കുന്ന ഒരു നടപടിക്രമമാണ് ഇപ്പോൾ. ശരി, മുണ്ടക്കയിൽ നിന്നാണ് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകിയത്. അവിടെ വലിയ തെരച്ചിൽ നടക്കുന്നില്ല. സൈന്യം മാർക്ക് ചെയ്ത പ്രത്യേക സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പരിശോധന കേന്ദ്രീകരിച്ചിരിക്കുന്നത്.